UDF എംപിമാർക്ക് ജയിലിൽ കയറി കാണാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നത്. UDF എംപിമാർ കവാടത്തിന് അവിടെ നിന്നും ഉള്ളിലേക്ക് പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഛത്തീസ്ഗഡിൽ നിന്നും പ്രേക്ഷകർ കാണുന്നത്. ബെന്നി ബെഹനാൻ, NK പ്രേമചന്ദ്രൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരാണ് ദുർഗ് ജയിലിലേക്ക് എത്തുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് എംപിമാരതാ ജയിലിലേക്ക് അകത്തേക്ക് പോകുകയാണ്, ജയിലിൻ്റെ റിസപ്ഷനിലേക്ക്. അതുകൊണ്ട് ഒരു സംഘർഷമായ അന്തരീക്ഷം തന്നെയാണുള്ളത് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. പോലീസ് എടുത്തോ. ഇപ്പോൾ പത്രക്കാർ ക്യാമറ തടഞ്ഞിരിക്കുകയാണ് പോലീസുകാർ. ഏതായാലും സ്വാഭാവികമായിട്ടും കാരണം मैडम से रुकिए, देखो उसको पूरा छोड़ दिया. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ ഇപ്പോൾ UDF എംപിമാർ അവിടെ ജയിലിലെത്തി കന്യാസ്ത്രീമാരെ സന്ദർശിക്കാൻ എത്തുന്ന സാഹചര്യമാണ്. അനുമതി നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു മുൻ മണിക്കൂറുകളിൽ കണ്ടതെങ്കിൽ ഏറ്റവും ഒടുവിലായി ജയിൽ കവാടത്തിന്റെ ജയിൽ എംപിമാർക്കും ഒപ്പം തന്നെ സിസ്റ്ററിന്റെ ബന്ധുവിനും കാണാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് ശരത്ലാൽ പങ്കുവെക്കുന്ന വിവരം. എന്താണെങ്കിലും ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് എംപിമാർ അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് കണ്ടത്. അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജയിൽ കവാടത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. എംപിമാർക്കടക്കം കുടുംബാംഗങ്ങൾക്കടക്കം സന്ദർശനാനുമതി നിഷേധിക്കുന്ന സാഹചര്യവും ഒപ്പം തന്നെ BJP പ്രതിനിധിയായ അനൂപ് ആന്റണിക്ക് സന്ദർശനം ലഭ്യമാകുന്ന ഒരു ഉണ്ടായിരുന്നു. ഇതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ജയിൽ കവാടത്തിന് മുമ്പിൽ എംപിമാർ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ എംപിമാർക്കും ബന്ധുവിനും ജയിലിലേക്കുള്ള സന്ദർശനത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. എംപിമാർ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലാ ജയിലിൽ നിന്നുമാണ്. ദുർഗ് ജില്ലാ ജയിലിലാണ് ഇപ്പോൾ കന്യാസ്ത്രീമാരുള്ളത്. ജാമ്യാപേക്ഷ അടക്കം നൽകാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിമാരുടെ അങ്ങോട്ടേക്കുള്ള സന്ദർശനം. വലിയ രീതിയിൽ പ്രതിഷേധം രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളുടനീളം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യത്തിനായും ഒപ്പം തന്നെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധവും കനക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ അനുകൂലമായ തീരുമാനം ലഭിക്കുമെന്നുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പടക്കം ഇന്ന് BJP പ്രതിനിധിയായിട്ടുള്ള അനൂപ് ആന്റണി സന്ദർശനത്തിന് ശേഷം പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം, കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സംഘം ഇപ്പോൾ ദുർഗ് ജില്ലാ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. ट्वीट किया उसके बाद जो है राहुल गांधी का जब ट्वीट आता है उसके बाद कहीं ना कहीं पूरा समीकरण जो है बदल जाता है. संसद भवन के बाहर जो है UDF और उनके समर्थित जो सांसद है वो प्रोटेस्ट करते हैं. बड़ी संख्या में आज जो है दुर्ग के केंद्रीय जेल में जो है UDF और कांग्रेस का